ഹലോ ഗെയ്സ്, ടീം യാസ് സംഘടിപ്പിക്കുന്ന പ്രോട്ടീൻ ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. സമയം 6:20. നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ പോലെ തന്നെ നമ്മുടെ മാസ്റ്റർ മുജീബ് ഖാൻ്റെ നേതൃത്വത്തിൽ സ്ട്രെച്ചിങ്ങും വാമപ്പും അതിനുശേഷം ഒരു 1.5 കിലോമീറ്റർ ഓടുകയും ചെയ്യുന്നതാണ് നമ്മൾ പതിവ്. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്. ഈ വരുന്ന ആളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുന്ന പയർവർഗ്ഗങ്ങളാണ്. ചില ആളുകൾ കടലോടുന്നുണ്ടാവും, വേവിച്ചതും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഈത്തപ്പഴം, പിന്നെ പലവിധ നട്ട്സുകൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഏകദേശം 20 ഐറ്റംസ് സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ മെമ്പർമാർ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. അതാണ് ഓരോരുത്തരുടെയും കയ്യിൽ കാണുന്ന കേസൊക്കെ. യാസ്ക് സംഘടിപ്പിച്ച ഫുഡ് പ്രോട്ടീൻ ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് പ്രശസ്ത വെൽനസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റായ ശ്രീ മുഹമ്മദ് ഷാറൂഖ് ആയിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും കൂടി ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാതോർത്ത് കേൾക്കാം. എല്ലാവർക്കും ഹെൽത്തി മോർണിംഗ്. നിങ്ങളോട് സംസാരിക്കുന്നത് മുഹമ്മദ് ഷാറൂഖ്, വെൽനസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റ് ആണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിൻ്റെ വില എത്രത്തോളം വലുതാണെന്ന്. തീർച്ചയായും ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ സുഖമായി ജീവിക്കാനും ജോലി ചെയ്യാനും സ്വപ്നങ്ങൾ നേടാനും ആരോഗ്യം ഉറപ്പായിരിക്കണം. എന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശരിയായ ഭക്ഷണശീലങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് കരുത്തും ഉന്മേഷവും നൽകുന്നത് പോഷകാഹാരമാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പുകൾ, വിറ്റാമിൻ, ധാതുക്കൾ എല്ലാം ശരിയായ അളവിൽ നമുക്ക് ലഭിക്കണം. അതിൽ പ്രത്യേകിച്ച് പ്രോട്ടീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സാണ്. അതായത് നമ്മുടെ മസിലുകളെ നിർമ്മിക്കുന്നതിനും മസിലുകളും ചർമ്മവും നമ്മുടെ മുടി, നഖങ്ങൾ, പ്രതിരോധശേഷി എല്ലാം പ്രോട്ടീനിലൂടെയാണ് ശരിയായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ അളവിൽ നമ്മുടെ ഡെയിലി ബേസിലുള്ള ഭക്ഷണത്തിൽ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 80 കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ പെർ ഡേ 80 ഗ്രാം പ്രോട്ടീനെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടെ നിങ്ങൾക്ക് നിർബന്ധമായി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ഗ്രാം ഓഫ് പ്രോട്ടീന് നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതനുസരിച്ച് ഗ്രാം ഓഫ് പ്രോട്ടീൻ ദിനം പ്രതി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ഇൻടേക്ക് ചെയ്യണം. നമ്മുടെ ഭക്ഷണത്തിൽ പോഷകാഹാരം ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ എമർജൻസിയാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ തന്നെ നല്ലൊരു ഭക്ഷണ രീതിയും ജീവിതശൈലിയും പരിശീലിക്കുക എന്നുള്ളത്. നമ്മൾ സസ്യാഹാരങ്ങളുടെ പ്രോട്ടീൻ പരിശോധിക്കുകയാണെങ്കിൽ പയർവർഗ്ഗങ്ങൾ, കടല, പരിപ്പ്, നട്ട്സ്, വിത്തുകൾ ഇതുവഴിയൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടും സസ്യാഹാരങ്ങളിൽ നിന്ന്. അത് അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ, മാംസാഹാരമാണെങ്കിൽ മുട്ട, മീൻ, ചിക്കൻ, അങ്ങനെ പാലുൽപ്പന്നങ്ങൾ ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ മറ്റ് പോഷകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് കൃത്യമായി കവറപ്പ് ചെയ്യാത്ത ആളുകൾക്ക് തീർച്ചയായും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സിലൂടെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനോടൊപ്പം നമ്മൾ ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജങ്ക് ഫുഡ് കുറയ്ക്കുക, പകരം ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ദിവസവും മതിയായ രീതിയിൽ വാട്ടർ ഇൻടേക്ക് പ്രോപ്പറായിട്ട് എടുക്കുക, പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടായിരിക്കുക.
ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യമാകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ തന്നെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദിനംപ്രതി പോഷകാഹാരം ഉൾപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്യാം. അപ്പോഴേ നമുക്ക് കരുത്തും ഉന്മേഷവും ആത്മവിശ്വാസം നിറഞ്ഞ ജീവിതം നയിക്കാൻ കഴിയും. നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തൊക്കെ കഴിക്കണത്? ചെറുപയർ, കടല, ചുവന്ന കടല, പച്ചക്കടല, അതുപോലെ നല്ല റോബസ്റ്റ് വാഴക്ക, പിന്നെ സ്പെഷ്യൽ ജ്യൂസ്. ഷെമി കണ്ടില്ലേ, ഫുൾ ഹാപ്പിയാണ്. ഷെമിയുണ്ട്, ശിവുണ്ട്, നമ്മളെ എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഇലയിലും അതുപോലെയുള്ള ഇലകളിലാണ് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്. ശുക്ർ കണ്ടില്ലേ, കാടമുട്ട തോലെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിൽ കടലകളും മറ്റും ഉൾപ്പെടുത്തുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒഴിവിനനുസരിച്ച് 1 മണിക്കൂറോ അരമണിക്കൂറോ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ വേണം. പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, സീ.